കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നിങ്ങളുടെ വാട്സ്ആപ്പ് സുരക്ഷിതമാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വാട്സ്ആപ്പിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യേണ്ടത്? ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. മില്യൺ ആൾക്കാരാണ് വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണലും ഒഫീഷ്യലുമായിട്ടുള്ള ഒരുപാട് ഡാറ്റാസ്, ഡീറ്റെയിൽസ് നമ്മൾ വാട്സ്ആപ്പിലൂടെ പരസ്പരം കൈമാറുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വാട്സ്ആപ്പിലൂടെ പറയുന്നത് എന്ന് അല്ലെങ്കിൽ കേൾക്കുന്നത് എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഇല്ല. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ പ്രൈവറ്റ് കാര്യങ്ങൾ വരെ നമ്മളിപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി വാട്സ്ആപ്പ് പോലെയുള്ള ഒരു മെസ്സേജിങ് സിസ്റ്റത്തിനെ ആശ്രയിക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൽ 86% ആൾക്കാർക്കും എങ്ങനെയാണ് കറക്റ്റായിട്ട് വാട്സപ്പിന്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ഇപ്പം വന്നിരിക്കുന്ന ഒരു സർവേയിൽ പറയുന്നു. 14% ആൾക്കാർക്ക് ഇത്തരം സോഷ്യൽ മീഡിയയുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ പറ്റി അറിയൂ, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഇതൊക്കെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വാട്സപ്പിൽ നമ്മൾ അയക്കുന്ന ഒരു പ്രൈവറ്റ് മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സണൽ സ്വകാര്യ ചിത്രം, ഈ കാര്യങ്ങളൊക്കെ മറ്റൊരാളുടെ ഫോണിൽ നമ്മുടെ അറിവില്ലാണ്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള പണിയാണ് ഇപ്പൊ ഹാക്കർമാർ കാണിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്കറിയാത്ത ആരോ ഒരാൾ ആ ഒരു നമ്പറിൽ അവരുടേതായിട്ടുള്ള ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും തന്നെ നേരിടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മുടെ വാട്സപ്പ് എങ്ങനെ സുരക്ഷിതമാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. കണ്ടു മനസ്സിലാക്കാം. നമ്മുടെ വാട്സപ്പ് എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ നമ്മൾ വരുത്തേണ്ട ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കാര്യം വാട്സപ്പ് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. മെസ്സഞ്ചർ, ചാറ്റ് ലോക്ക്, ലോക്ക് ഫോർ വാട്സപ്പ്, സെക്യൂർ ചാറ്റ് തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് പാസ്വേഡ് ഇട്ടിട്ടും പിൻ യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ വാട്സപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കല്ലാതെ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡോ പിന്നോ അറിയാത്ത ഒരാൾക്ക് വാട്സപ്പിൽ കയറി നിങ്ങളുടെ വാട്സപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോയതിനു ശേഷം പ്രൈവസി ഓപ്ഷൻ എടുക്കുക. അതിൽ ലാസ്റ്റ് സീൻ എന്ന് കാണാം. അത് നോബഡി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് സീൻ വേറൊരാൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾക്ക് മറ്റൊരാളുടെ ലാസ്റ്റ് സീൻ കാണാനും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. വാട്സപ്പിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ പിക് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രൊഫൈൽ പിക്കായിട്ട്, അതായത് DP ആയിട്ട് നമ്മുടെ ഫോട്ടോസും അതുപോലെ നമ്മുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് കാണാൻ പറ്റുക? നമ്മുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് സേവ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കാണണോ, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആൾക്കാർക്ക് മാത്രം കാണണോ, അല്ലെങ്കിൽ വേറെ ആരും കാണണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മുടെ പ്രൊഫൈൽ പിക്കിൻ്റെ ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. പ്രൈവസി മെനുവിൽ പോയതിനു ശേഷം കോണ്ടാക്ട്സ് ഓൺലി എന്നുള്ള ഓപ്ഷൻ ആക്കാം. നിങ്ങൾക്ക് വേറെ ആരും കാണണ്ട എങ്കിൽ പ്രൊഫൈൽ പിക്ക് ഇടാതിരിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസും വാട്സപ്പിൽ അവൈലബിൾ ആണ്. നാലാമതായിട്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് വാട്സപ്പിൽ കയറാറുണ്ട്. വാട്സപ്പ് നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഓരോ വട്ടം വാട്സപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോഴും വെബ് വാട്സപ്പ് ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആ ലാപ്പ് ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വട്ടം നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് വെബിൽ നിന്നാണെങ്കിൽ അപ്പോൾ തന്നെ ലോഗ് ഔട്ട് ചെയ്യാനുള്ള കാര്യം ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സപ്പിന്റെ സെക്യൂരിറ്റീനെ സംബന്ധിക്കുന്ന പല മെസ്സേജസും നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. അത്തരം സന്ദേശങ്ങൾ വരുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ സന്ദേശങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാതെ അതിൻ്റെ ഒരു ഓതന്റിസിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത്തരം സന്ദേശങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാട്സപ്പിൽ നമ്മുടെ ബാങ്ക്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നൽകാതിരിക്കുക എന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡിവൈസിൽ ഒരു നമ്പറിൽ മാത്രമാണ് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ കളവ് പോവുകയാണെങ്കിൽ
മറ്റൊരു ഫോണിൽ നിന്ന് ആ പഴയ നമ്പർ ഉപയോഗിച്ചിട്ട് വാട്സപ്പ് പ്രവർത്തിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സേവനം ആ നമ്പറിൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് ബ്ലോക്ക് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ വാട്സപ്പ് ഡീആക്ടിവേറ്റ് ചെയ്യുക. അവസാനമായിട്ട് ഐഫോണിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഐഫോണിൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് മെനുവിൽ പോയിട്ട് പ്രൈവസി ഫോട്ടോസ് എന്നതിൽ പോയിട്ട് ഫോട്ടോ സ്ട്രീമിലേക്ക് വരുന്ന ഇമേജുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഡീസെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ വാട്സപ്പ് സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ഫോണിലും ഇനേബിൾ ചെയ്യാം. കാരണം ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഫോണിന് ദോഷകരമായിരിക്കില്ല. നിങ്ങളുടെ വാട്സപ്പിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. പിന്നെ ഈ ടിപ്സ്, ഈ ചെയ്യേണ്ട കാര്യങ്ങൾ, സെറ്റിംഗ്സ് എല്ലാം മാറ്റി നിർത്തിയാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റൊരാളുമായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള സംസാരം ചാറ്റുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റൊരാളുടെ ഫോണിലേക്ക് പോകുന്ന ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ്, അതിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, വൾഗറായിട്ടുള്ള മെസ്സേജസ് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി സൂക്ഷിക്കാം. ഈ ചാറ്റ് കാര്യങ്ങളെല്ലാം പോകുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് ആ വാക്കുകളിലും ആ വീഡിയോസിലെല്ലാം മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി സാധിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. See you then. Bye.